എന്റെ സമുദായത്തിൽ അവസാന കാലം വരുന്നവർ ആദ്യകാലക്കാരെ ആക്ഷേപിക്കുക സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പിഴച്ചു പോയിട്ടുണ്ട് എന്ന് പറയാ. ഇപ്പൊ 21-ാം നൂറ്റാണ്ടുകാരൻ പറയാ ഏതു ഉസ്മാൻ ലികുല്ലി നബിയ്യിൻ റഫീഖുൻ ഫിൽ ജന്ന. ഓരോ പ്രവാചകനും സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫിൽ ജന്നതി ഉസ്മാൻ. സ്വർഗ്ഗത്തിലെ എന്റെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ തങ്ങൾക്ക് പഠിച്ചു പോയിട്ടുണ്ട്. അവര് പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് ജുമഅക്ക് ഒരു ബാങ്കേ ഉള്ളൂ, 2 ബാങ്ക് എന്ന സംവിധാനം നടപ്പിൽ വരുത്തിയത് ഉസ്മാന്. അതുകൊണ്ട് ഉസ്മാൻ ഞങ്ങൾ അംഗീകരിക്കൂല, ഉസ്മാന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പിൽക്കാലത്ത് വരുന്നവർ ആദ്യകാലക്കാരെ ചീത്ത പറയാ. മാത്രമല്ല ഉമറിന് തെറ്റുപറ്റിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ആരാ ഉമർ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി പറഞ്ഞില്ലേ എനിക്ക് ശേഷം അല്ലാഹു ഒരു പ്രവാചകനെ നിയോഗിക്കുകയായിരുന്നുവെങ്കിൽ ലകാന ഉമർ, അതാ പ്രവാചകൻ ഉമറാകുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ പഠിച്ചു പോയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അവർ ന്യായം പറയുന്നത് തറാവീഹ് 8 ഉള്ളൂ, റസൂലുള്ളാഹി 8 നിസ്കരിച്ചിട്ടുള്ളൂ, ഉമർ 20 ആക്കിയത് ഉമറിനെ പഠിച്ചു പോയതാണ്. വല അന ആഖിറു ഹാദിഹിൽ ഉമ്മ അവലഹാ. രാജാതിരാജനായ അല്ലാഹുവിനെ പേടിച്ചും തഖ്വ ചെയ്തും ജീവിച്ചു പോയ മഹാന്മാരായ ആളുകളെ കുറിച്ച് പിൽക്കാലത്ത് വരുന്നവർ പറയാ അവരൊക്കെ മുശ്രിക്കീങ്ങളായി ചത്തുപോയവരാണ്. ചില ആളുകളുടെ പണിയതില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ പ്രഭാഷണത്തിന്റെ വിഷയം എന്താ? മുഅ്മിനീങ്ങളായി ജീവിച്ചു പോയ മഹാന്മാരായ സ്വാത്വികരെ കുറിച്ച് പറയാ അവരൊക്കെ മുശ്രിക്കീങ്ങളായി ചത്തുപോയവരാ. എന്താ കാരണം? റസൂലുള്ളാഹിനെ ഏറെ സ്നേഹിച്ചു പോയി, അസ്ഹാബുൽ ബദറിനെ സ്നേഹിച്ചു പോയി. ഇതിന്റെ പേരിൽ മുൻഗാമികൾ ആക്ഷേപിക്കപ്പെടുന്ന കാലമായാൽ, ഇങ്ങനെയൊക്കെ ഉള്ള കാലമായാൽ ഫന്തദിറു ഇൻദ ദാലിക റീഹൻ ഹംറാ. കാലമായാൽ സൂര്യൻ നിങ്ങൾക്കെതിരെ പ്രതികരിച്ചു തുടങ്ങുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യനെ കുറിച്ച് അല്ല പറഞ്ഞത് സൂര്യനെ നിങ്ങൾക്ക് ഗുണകരമായി സൃഷ്ടിച്ചത് എന്നാണ്. എതിരാവരുത്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം സൂര്യൻ നിങ്ങൾക്കെതിരെ പ്രതികരിച്ചു തുടങ്ങും. ഫന്തദിറു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസല. ഭൂകമ്പം നിങ്ങൾ പ്രതീക്ഷിക്കണം ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചു നോക്കുമ്പോ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ മലബാർ ഒരു ദുരന്തത്തിന് വിധേയമാകാനിരിക്കുന്നു നാം മനസ്സിലാകുന്നത്. അല്ലാഹുവേ കാക്കണേ റബ്ബേ. മുഅ്മിനീങ്ങൾ ഉണരണം, മഹല്ലിന്റെ ഭാരവാഹികൾ ഉണരണം, മഹല്ലത്തിന്റെ നേതാക്കൾ ഉണരണം, ഖതീബുമാർ ഉണരണം. ഫന്തദിറു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസല. ഒരു ഭൂകമ്പം നിങ്ങളെ പിടികൂടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഭൂകമ്പം നിങ്ങൾ പ്രതീക്ഷിക്കണം. മാത്രമല്ല വഖസ്ഫൻ വമസ്ഖാ. ഭൂമി ആളുകളെ പിടിച്ചു വിടുങ്ങുന്ന രംഗമുണ്ടാകും, ആളുകൾ കോലം മറിക്കപ്പെടുന്ന രംഗമുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒറ്റ ഹദീസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചോട്ടെ. മഹാനായ തങ്ങൾ വർകൾ സമാപന ദുആക്ക് നേതൃത്വം കൊടുക്കും. ഒരേ ഒരു ഹദീസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്നായി ശ്രദ്ധിക്കണം ഈ ഹദീസ്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മഹാനവർകൾ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോവാൻ. എന്തിനാ പോകുന്നത്? ഇൽമു ചോദിച്ചു പഠിക്കാൻ പോവാൻ. സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പിന്നെ മഹദി ഇൽമായിരുന്ന ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്തത് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് സ്വഹാബികൾ ചെല്ലും. അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാറുണ്ട്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു എന്തോ ഒരു കാര്യം ചോദിക്കാനാ പോകുന്നത്. ബിലാൽ തങ്ങളെ ഒരു സ്വഹാബി കണ്ടപ്പോൾ അവർ ചോദിച്ചു, ബിലാൽ തങ്ങളെ നിങ്ങൾ അങ്ങോട്ടാൻ? ഞാൻ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക്, ഞാനും പോരട്ടെ നിങ്ങളുടെ കൂടെ? അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ് സ്വഹാബിയും എന്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും ആയിഷ ഉമ്മയുടെ വീട്ടിലെത്തിയപാട് എന്റെ കൂടെയുള്ള സ്വഹാബി ആയിഷ ഉമ്മയോട്
ചോദിച്ചു, ആയിഷ ഉമ്മ അഖ്ബിരീനി അനിൽ സൽസല, ഭൂകമ്പത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത് നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ ആയിഷ ഉമ്മ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂകമ്പത്തെ കുറിച്ച് പറയുന്നത് വല്ലതും അങ്ങ് കേട്ടിട്ടുണ്ടോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സ്വഹാബിയുടെ ചോദ്യത്തിനതേ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കേൾക്കണേ, എന്റെ സമുദായം വ്യഭിചാരം ഹലാല് പോലെ കാണുന്ന കാലമായാൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണും പെണ്ണൊക്കെ, അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകൾ, ഡൽഹിയിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ, ജെൻഡർ വ്യത്യാസമില്ലാതെ ഒരേ റൂമിൽ കിടന്നുറങ്ങുന്ന കാലം. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ആളുകൾ വ്യഭിചാരം ഹലാല് പോലെ കാണുന്ന കാലമായാൽ നടുറോട്ടിലൂടെ വിജയാഘോഷം മുഴക്കി പോകുന്ന സ്ഥാനാർത്ഥിയെ നടുറോട്ടിൽ വെച്ച് പരസ്യമായി പെണ്ണുങ്ങൾ ചുംബിക്കുന്ന കാലമായാൽ എന്റെ സമുദായം വ്യഭിചാരം ഹലാല് പോലെ കാണുന്ന കാലമായാൽ, കിസ്സിംഗ് ഒരു പ്രശ്നമല്ലാത്ത കാലം, കിസ്സിംഗ് ഒരു പ്രശ്നമല്ല, ഷൈക്കാൻ്റെ ഒരു പ്രശ്നമല്ലാത്ത കാലം. ആളുകൾ വ്യഭിചാരം ഹലാല് പോലെ കാണുന്ന കാലമായാൽ, സമുദായം മദ്യം മൂക്കറ്റം കുടിക്കുകയും ചെയ്യുന്ന കാലമായാൽ, വാദ്യമേളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാലമായാൽ, അല്ലാഹു തആല ആകാശത്തിൽ പ്രഭുകുപിതനാവുകയും ചെയ്യുമ്പോ അല്ലാഹു ഭൂമിയോട് പറയും, ഭൂമി ഒന്നങ്ങ് കുലുങ്ങി കൊടുത്തേ. അല്ലാഹനെ മറക്കുമ്പോ, രാജാതിരാജനായ റബ്ബിനെ മനുഷ്യൻ മറന്നു കളയുമ്പോ ഭൂമിയോട് അല്ലാഹ് പറയും, തസൽസലി ഒന്നങ്ങ് കുലുങ്ങി കൊടുത്തേക്ക്. അപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് സയ്യിദത്തുനാ ആയിഷ. വിഷയം തീർന്നിട്ടില്ല, ഞാനിപ്പോ തൽക്കാലം ഇവിടെ നിർത്താം, ഞാനിവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങൾ അവர்கள் ദുആക്ക് നേതൃത്വം കൊടുക്കും. പ്രധാനപ്പെട്ട ഒരു ഹദീസും കൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ സമയം അതിക്രമിച്ചു. നമ്മൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ഉറൂസ് ഇന്നത്തോടുകൂടെ അവസാനിക്കുകയാണ്. എന്നിട്ട് നമ്മളെ മക്കളെ അമ്മയത്തെ സാലവും പഠിപ്പിക്കണത്. എന്നോട് രക്ഷിതാവർക്ക് വെച്ച് പറഞ്ഞു, പരീക്ഷയ്ക്ക് പോകാൻ കുട്ടിക്ക് ബസ് കിട്ടിയില്ല, സ്കൂൾ ബസ്. മൂല്യാരാടെ കുടിച്ചു എന്താ ഓതി കൊടുത്ത് നേരം വൈകിയതാണ്. ഞാനാണ് പോയിട്ട് പളർച്ചാണ് കൊടുത്ത്. നമ്മളെ തലക്ക് മീതെ ചുരം മലകളൊക്കെ മറിഞ്ഞ് വീണിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. വീണ അത്ഭുതപ്പെടണ്ട. ഒരു ചൂരൽമലയും മുണ്ടക്കൈ ഇനി ഉണ്ടാവില്ല എന്നാരും പറയണ്ട അല്ലേ? സാമൂഹ്യ സംഘടനകളൊക്കെ അതിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് ഇപ്പം നിർമ്മിച്ചുകൊണ്ടിരിക്കണുള്ളൂ. നമ്മൾ മറന്നു പോണ്ട. ഒരു കൊല്ലാവണ്ട, ഒരാഴ്ചയാകുമ്പോഴേക്ക് മറന്നു പോവാ. ഓർമ്മല്ലേ? തലങ്ങനെ എടുത്തു പൊക്കിയിട്ട് ചോദിക്കാം, ഈ തലന്റെ ഉടലാർക്കെങ്കിലും കിട്ടിയോ? കൈ പൊക്കിയിട്ട് ചോദിക്കാം, ഈ കൈയിന്റെ ഉടമയെ ആരെങ്കിലും അറിയോ? കാലെടുത്തിട്ട് ചോദിക്കാണ്, ഈ കാല് ഏത് ഉടലുടേതാണ്? നമ്മളല്ലേ കണ്ടത്, നമ്മളല്ലേ അത് കേട്ടത്? അല്ലാഹുവിന് ഇതിനൊരു പണിയില്ല എന്ന് വളർന്നു വരുന്ന തലമുറ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എന്നോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കുക, റബ്ബിനായി സമർപ്പിക്കുക.